നീ കണ്ണും പിടില്ലല്ലോ. കണ്ണും പിടി, കണ്ണും പിടി. കുട്ടി ആരാ പറഞ്ഞേ? ഹൈസ പറഞ്ഞ പൊട്ടിച്ചേരാ. അവർക്ക് നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം പറയണം. താത്താന്റെ കുപ്പായൊക്കെ ഇട്ട് സുന്ദരി കോതെന്ന് കൊടുക്കാൻ പോയിനത് വാലവാടിക്ക്. ഇത് താത്താന്റെ കുപ്പായ. ഇതെന്ത് പണിയാ കാട്ടിയത്? ഇത് ഊരിക്കളാ. മാണ്ടായത് താത്താക്ക് ഇഷ്ടമല്ല. ഊരിക്കളാ. താത്ത വന്നാനെ പൂശും. നമുക്ക് പൈച്ചുണ്ടോ? താത്ത ഇപ്പൊ എത്തും ഗൈസ്. അവള് വാലവാടി തന്നാട്ടോ. നിങ്ങള് നോക്കണ നിങ്ങള് വാലവാടിയിൽ നിന്ന് വന്ന് ഇനി 5 മിനിറ്റോട് കൂടി ഡയറി എത്തും. പിന്നെ ഇവിടെ വേറി വന്ന് ചോദിച്ചു തിന്നാൻ എന്താ തിന്നാ എന്താ വേണ്ടി പറയവാ. തിന്നാപ്പിച്ച് തരാ. എന്താ വേണ്ടി തിന്നാന്? ബിസ്ക്കറ്റ് വേണോ? എന്താ ദീപക്ക് എന്താ വേണ്ടി തിന്നാന്? എന്താ വേണ്ടി പറയും? അന്തം മുട്ടിക്കണ്. തിന്നാ വേണ്ടി പറയും. ഞാൻ തിന്നോളാം. ഈ കാട്ടം നാട്ടിക്കാം. അനുരാഗം ഇതെന്താ അവിടെ നാടൻ മണി കുട്ടിയൊക്കെ തിന്നാ കൊടുക്ക്. പൈച്ചുണ്ടാവും. എടി ഇനി മറ്റോ അപ്പൊ അതിന് സമയം ഉണ്ടാവും. അതിന് താത്തോട് പൈച്ചോ പൈച്ചോ കുഞ്ഞിക്കിളിയെ. അവള് നിന്നെ കണ്ടപ്പോഴൊരു ഊറ്റേ. ഇവിടെ ഇങ്ങനെ കണ്ണിങ്ങനെ ഓടിച്ചിട്ടോ എല്ലാരും മാനം മൂത്ത് നോക്കിട്ടേ. അതാ ഇഞ്ഞാരും വന്നിട്ടില്ല. ഇഞ്ചാരും വന്നിട്ടില്ല. ഞാൻ ഒളിഞ്ഞിക്കേനി. അതിനാണ് ഞാൻ കണ്ടത്. കൊരങ്ങേ നോക്ക് മുന്തിരി ഉണ്ട് ഇവിടെ പിടിച്ചിട്ട്. കേട്ടോ മുന്തിരി കേട്ടോ കേട്ടോ ഇറങ്ങിയ എന്താ വേണ്ടി? എന്താ വേണ്ടി പറയ്. കറുത്തുണ്ട് പിടിച്ചിട്ട്, മുന്തിരി ഉണ്ട്, പാലുണ്ട്, ഇന്ന് കൊറേ സാധനങ്ങളുണ്ട് പിടിച്ചിട്ട്. എന്താ വേണ്ടി പറയ്. ചുണ്ടൊക്കെ നോക്കോളെ. ബിസ്ക്കറ്റ് വേണ്ടി എന്നാ ഇറങ്ങി ബിസ്ക്കറ്റ് പിടിച്ചു തരാം. ഇറങ്ങി മച്ചിന് ഒക്കെ ഇറങ്ങ്. നമ്മൾ ചാട് നിലത്തേക്ക് ചാടി കാല് മുറിയാക്കി ചാട്. പിന്നെ എങ്ങനെ താത്ത വന്നിട്ട് നമുക്ക് ഒപ്പം കേട്ടോ. രണ്ടാളും പാടാകുമ്പോ നല്ല രസക്കാരൻ കച്ചറ വിടാൻ കേട്ടോ. സൂപ്പർ കച്ചറ വിടണം നമുക്ക് എന്നിട്ട് ഇൻഷാല്ലാ കേട്ടോ. 3:35 ആയിട്ടുള്ളൂ. 5 മിനിറ്റ് പാടുണ്ട് ഗായ്സ് കേട്ടോ. 3:35 3:40 വണ്ടി വരിക. കാരണം ഇപ്പോൾ ഇനി 3 നല്ല വയലാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ പോവില്ല. കാരണം ഞാനിപ്പോ നേരെ വാലവാടി തൊട്ട് കൊടുന്നല്ലോ. ഞാൻ അടുത്ത ഷിഫ്റ്റ് മോൾട്ടിക്കാണ്. അതായത് അവൾക്ക് ബസ് മിറ്റത്ത് വരും. അപ്പൊ അവിടെ നിന്ന് പോയി പിക്ക് ചെയ്താൽ മതി. ഓൾക്ക് രണ്ടാളും ആ പീടിന്റെ അവിടെ ഒരു തിണ്ടുണ്ട്, ഒരു പലകുണ്ട്. അവിടെ പോയി ഇരിക്കുകയാണ്. ഏകദേശം 2 ബസ് എത്തും. പിന്നെ അടുക്കളയിൽ രണ്ടാളും വന്ന് തിന്നാനെന്താ വെച്ചിട്ടുള്ള കച്ചറ പിന്നെയാണ് കാണുക. ഒരാൾക്ക് കൊടുത്താൽ മറ്റേ കച്ചറ. അതൊക്കെ നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് കുട്ടികളെ കാത്തിരിക്കാം. നല്ല വെയിലാണ് ഗൈസ്. നല്ല വെയിലാണ്. നല്ല പൊള്ളുന്ന വെയിലാണ്. അടിപൊളി വെയിലാണ് സംഭവം. ഈ 3:30 വാലവാടിക്ക് പോയി കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ഇടങ്ങാറാണ്. കാരണം ഉച്ചക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റൂല. കാരണം ഉറങ്ങി കഴിഞ്ഞാൽ പോയിക്ക് നിർത്തണം. കാരണം പിന്നെ പോകുമ്പോൾ കണ്ണൊന്നും കാണൂല. വണ്ടി ഓട്ടുമ്പോഴേ കണ്ണിങ്ങനെ ആവും. അവിടെ ഒന്നും ഒപ്പം ഉറങ്ങലില്ല. ഉച്ചയുറക്കൊക്കെ മാറ്റി ഇവിടെ ഉണ്ടായതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പം വണ്ടി ഒന്ന് നേരെ കാണിക്കട്ടെ. നേരല്ല ഭയങ്കര ക്ഷീണം. അങ്ങനെ നമ്മളെ കുട്ടിയുടെ വണ്ടി എത്തിക്കുന്നത്. സാധാരണ പോണ വണ്ടി അല്ലെന്ന്. മൂപ്പര വണ്ടി എന്താ കംപ്ലൈന്റ് ആയിട്ട് റോട്ടുമ്പോൾ നിൽക്കുകയാണല്ലോ. അപ്പോൾ വണ്ടി മാറ്റാൻ കൊടുത്താൽ മൂപ്പര തുണ വണ്ടി പറഞ്ഞയച്ചാണ്. അപ്പോൾ ഇറങ്ങി വരും കേട്ടോ കുഞ്ഞിക്കിളി. ഇനിയിപ്പോൾ എന്താ നല്ല രസമായിക്കാരം. രണ്ടും പാടെ അരച്ചേരം വച്ചും വിളിക്കാരം. എന്താണ് നോക്കട്ടെ. തൊട്ട വീട്ടിൽ അപ്പുറത്ത് 2 മക്കളുണ്ട്. ആയി ഓടി വരുന്നുണ്ട്. ഹലോ എന്താ വർത്താനോ? ഇന്നെങ്ങനെയുണ്ടായി സ്കൂള്? അല്ല മറ്റേ വണ്ടി ഇവിടെ എന്താണ് ബാഗില്? എന്താണ് പറയ്. ആ കണ്ണുമ്പി താത്ത കണ്ണുമ്പ പറഞ്ഞൂടെ. എന്താ താത്തക്ക് സർപ്രൈസ് ഉണ്ടല്ലോ. എന്താണാവോ? കണ്ണുമ്പിക്കോ. ആ കണ്ണുമ്പിയും ആ കാണൂല. ഇതെന്താ മലയാള ബുക്കർക്ക് തന്നേച്ചിക്കണ്. പഠിച്ച ഇതാണ്ടാവോ? എന്തിനാ അമ്മാനെ വിളിച്ചത്? എന്തിനാ വിളിച്ചു? എന്തിനാള് ഇപ്പൊ തന്നെ എഴുതണോ? എന്നാ ചായ കൊടുക്കണ്ട. നേരെ എഴുതിക്കോട്ടെ. ഇജ്ജ് എടുക്കാടി ഇമ്മച്ചിനെ പിടിച്ച് വലിച്ചിണ്ടേ. എന്താണ്
ഇതെന്താണ് ചെറിയ കുട്ടിയല്ലേ അറിയില്ലല്ലോ വാഞ്ഞ ഉള്ളു കയറി ഇതെന്തിനാണ് ഇന്റെ പെണ്ണുങ്ങളെ പിടിച്ച് വലിച്ചത് ഓളെ നേരെ റൂമിൽ അവളോടക്ക് വലിച്ചു റൂമിൽ കയറി തിന്നാൻ കൊണ്ടുപോകണേ വീട് എടുക്കണില്ല ബാഗ് ഉള്ളിൽ കയറ്റേ സൂചി ഒറ്റ കൂലിയാ പോരെ ഇതൊന്നും ഇപ്പച്ചിമാരെ കൊണ്ട് എടുക്കണ പണിയല്ലാട്ടതൊന്നും ഇതൊക്കെ ഒറ്റക്ക് ഊരി പഠിച്ചണം ഈ പ്രായത്തിൽ തന്നെ ഇപ്പച്ചിമാരെ ഇടങ്ങാറാക്കണ പണിയൊന്നും ഇല്ല കേട്ടോ സോക്സ് അയച്ചാൽ മണക്കും ആ ബാഗ് ഉള്ളിൽ കയറ്റി ആ ബാഗ് എടുക്ക് ആ ബാഗ് മറക്കാൻ പറ്റൂല കേറില്ല ഇറ്റൊക്കെ വെറുതെ തിന്നിട്ടില്ല കടിക്കാൻ നപ്പിച്ച് തിന്നിട്ടെ എന്താ സ്നാക്സ് തിന്നിട്ടില്ല മോട്ടിയെ എന്തിനാ അങ്ങനെ പറഞ്ഞേ എന്തിനാണ് തരേണ്ടത് തിന്നാനാണ് സർപ്രൈസിന് എന്തിനാ ഉണ്ടാക്കൂട്ടോ സർപ്രൈസ് പൊളിഞ്ഞോ കണ്ണും വേണം രണ്ടാൾ കണ്ണും പോയി ഇതേ കണ്ണും പിടില്ലല്ലോ കണ്ണും പിടി അതിനെ മൂന്നൂക്ക് തുടങ്ങി കൊടുക്കിനി കരണ്ട കുട്ടി കൊടുക്ക് എനിക്ക് കൊടുക്ക് എന്തൊരു കഷ്ടാണിത് ഇല്ല എനിക്ക് കൊടുക്ക് കുട്ടി ഇത് തിന്നൂല പുളി കരങ്ങൾക്ക് ഇത് പറ്റൂല ഒന്നും അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചാ നല്ല പാലൊക്കെ ഉണ്ട് ഇവിടെ ജ്യൂസ് അടിക്കുന്നത് എനിക്കൊന്ന് കൈ കൊടുത്താ എനിക്ക് കൊടുത്ത കേൾക്കാണ്ട് ഒക്കെ കൊടുത്തോ എനിക്ക് കൊടുത്തോക്കെ കഴിക്കോട്ടെ എങ്ങനുണ്ട് പുളിയാ രസല്ലേ രസല്ലല്ലോ കുറച്ച് മധുരം ഉണ്ടോ വെനിന്നാ എങ്ങനുണ്ട് എന്ത് രസമുണ്ടോ സൂപ്പർ ഉണ്ടോ ചോറൊന്നും മടത്ത് കൊടുത്തല ജ്യൂസ് അടിച്ചല ഞാൻ എടുത്തല ജ്യൂസ് എന്നാ പിന്നെ പാല് ഷെയ്ക്കാ ഇതാക്കിയാ മതി കട്ടയാക്കിയാ മതി അങ്ങനെ പറ്റുള്ളൂ എനിക്ക് വേറെ എന്താ വേണ്ടിയേ നിനക്ക് വേറെ എന്താ വേണ്ടിയേ ഏത് എന്ത് ഞാൻ കേടാ എന്ത് ആരാ പറഞ്ഞേ ഹൈസ എന്നെ പേടിപ്പിച്ചോ നോട് പറഞ്ഞ പുയൊന്നും ഇല്ല പറഞ്ഞ അതൊക്കെ ഞങ്ങളൊന്നും വെച്ച് ആര് ഹൈസ ഞാൻ ഉണ്ടല്ലോ അന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ സ്കൂളില് ട്രൗസർ കാണുന്നത് കണ്ടോട്ടോ എന്നാ കൂട്ടിച്ചോ നീച്ചിടുന്നോ മോളി ജ്യൂസ് അടിച്ചപ്പോ തന്നെ ഭയങ്കര സാധനം ചെളിയെ കേട്ടോ ചുമ്മ തരാതെ ഇങ്ങനെ തിന്നും മടി കത്തിച്ചു നല്ല കുട്ടിയാണോ നോട്ടെ വനമില്ലേ നിനക്ക് നല്ല കേക്കോ നല്ല ഇതുണ്ടാവും ഇങ്ങനെ ഈ സാധനം സ്ട്രോബെറി ജ്യൂസിന് എത്ര പൈസയുടെ ഹോട്ടലിൽ ഈടാക്കണത് എസെൻസ് ഒന്നല്ല വേറെ പ്രശ്നമുണ്ട് ഇത് ചെയ്യുമ്പോൾ ഓക്കെ പാലെന്താ ഇട്ടാ കൊറേ പാലോ അത് കുറച്ചോ ആ ഒന്നര എടുത്താണ് തലയാൻ വിട്ടോ രാത്രിക്കല്ലേ ജ്യൂസ് തരാം ഒന്ന് ഉള്ളെടുത്തോ കേട്ടോ ആടന്നോട്ടോ അയച്ച് രാത്രി മറ്റേ കൊടുക്കാം ഓക്കെ ഞാൻ നമ്മുടെ പോയത് എന്താ പാല് എന്താ നീ ജ്യൂസ് അടിച്ച് തുടങ്ങി ഗൈസ്
കുറച്ചടിച്ചാൽ മതി, ഇച്ച് മാത്രം മതി ക്ലാസ്, കുട്ടികൾ തിന്നൂലേ. ഇനിന്നോ ജ്യൂസ് ഇഷ്ടമുണ്ടോ എനിക്ക്? സ്കൂള് വിട്ട് എന്നാ അടുക്കള എന്താണ്? ആ മറ്റേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കാര്യാക്ക് അനക്കുണ്ട് ഉണ്ടാക്ക്. ട്രൗസറാണ് ഉണ്ട്, ട്രൗസർ പൊട്ടിച്ച പൊട്ടിച്ചരാ കരഞ്ഞ് കരഞ്ഞ് കഴിച്ചിടാ പോലെ ഓരോന്ന്. ബിസ്ക്കറ്റ് പരിപാടി നിർത്തുകയാണ് ഞാൻ പറഞ്ഞു. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് കൊണ്ടുല്ലേ ഞാൻ കേട്ടോ. അങ്ങനെ അമ്മച്ചിയുടെ ജ്യൂസ് ഉണ്ടായാവോ തോന്നുന്ന കളറൊക്കെ ഉണ്ട്. മധുരം എടുക്കണോ? സ്ട്രോബെറി ഒന്നും ആയിട്ടില്ല. ഇനി പാലടിച്ചാണ്ട് ഇങ്ങനെ ഉണ്ടാക്കട്ടെ. ഡോക്കാക്കിക്കണോ? ഭയങ്കര നഷ്ടമാണ് കഴിച്ചു. ഒരു ദിവസം ഒരു 4 പാക്കറ്റ് 4 അടിച്ച് കയറ്റാണ്. ഞാൻ ഐഡിയ മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഒരു ദിവസം ഒന്നഞ്ഞ് കൊണ്ടുപോകും കേട്ടോ. ഞാൻ നേരെ പുറത്ത് കൂടെ എറിഞ്ഞു കൊണ്ടുവരാതെ ക്ലാസ്സിട്ട് പോരെ സാർ. ജ്യൂസ് വേണമെങ്കിൽ പോരഞ്ഞ് കിട്ടൂല കേട്ടോ. ഓടിവാ. ഐ ഡി കാർഡ് എടുത്ത ഐ ഡി കാർഡ് എയർബെൻഡ് എടുത്തൊക്കെ ബെൽറ്റ് കൂലിയൊക്കെ കൈയും മുഖം കേക്ക് സുന്ദരിട്ട് വാ. എന്നാ എന്റെ ബോക്സ് എടുത്തോ, എന്റെ ബോക്സ് എടുത്തോ ആക്കണേ. നോക്കണി ഓളെ പാത്രം വാങ്ങണോ കണിയോള്. ഭയങ്കര സാധനങ്ങളൊക്കെ നേരെ കുട്ടിയെ കുട്ടീനെ വെച്ചാൽ വാങ്ങിയാലല്ലേ സ്നാക്ക് ബോക്സ്. അത് ഇപ്പിച്ച് വേറെ വാങ്ങിത്തരാം കേട്ടോ കുട്ടിയെ. ആ കിട്ടിയത് അത്ര ജ്യൂസാണ് ഗൈസ്. കുട്ടി ഗ്ലാസ് ഫുള്ള് പാലിൽ സ്ട്രോബെറി 3 തേക്കില്ലേ. സംഭവം രസമുണ്ട് ഗൈസ്. നേരെ ഞാൻ ആട്ടി പറഞ്ഞു നിങ്ങൾ കോഴി കുളിപ്പിച്ച് വന്നോള്. പാവടെ ചീത്ത നാട്ടി കുട്ടിയാ പാവേ. അങ്ങനെ ഞങ്ങൾ ഗൈസ് ചായ കുടി തുടങ്ങി. ജ്യൂസ് രസമുണ്ട്. ആ സ്ട്രോബെറിന്റെ ഒരു പുളി ഉണ്ട്, വളരെ രസമുണ്ട്. ഇത് പുറത്താണെങ്കിൽ 20 കൊടുക്കേണ്ടി വരും. ഇതിപ്പോ 4 ആൾക്ക്. ആ സ്ട്രോബെറിക്ക് എത്ര പൈസ? 65 28 100 റുപ്യന്റെ. സോറി 25 85 90 93 റുപ്യക്ക് 3 ആൾക്ക് 4 ആൾക്ക് പള്ള നിറച്ച് സ്ട്രോബെറി ജ്യൂസ്. മൊന്തിയുടെ ഉപകരണം നോക്കാൻ മൊന്ത. അങ്ങനെ ബാങ്ക് കൊടുത്തു ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ വൈകുന്നേരത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.